നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പശുക്കടത്ത് ആരോപിച്ച് കേരള കർണാടക അതിർത്തിയിലെ ഈശ്വരമംഗലത്ത് ഡ്രൈവർക്ക് നേരെ പോലീസ് വെടിവെപ്പ്. ഉദുമയിലെ സംഗീത എന്ന യുവതിയുടെ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി കുടുംബം രംഗത്ത്. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം പാണത്തൂരിൽ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. ചേറ്റുകുണ്ട് കീക്കാൽ മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായി നെൽകൃഷി വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. തുടങ്ങി നിരവധി വാർത്തകളാണ് ഇന്നും ഇടം പിടിച്ചിരിക്കുന്നത്. ആദ്യം തലക്കെട്ടുകൾ കാണാം. കേരള കർണാടക അതിർത്തിയിലെ ഈശ്വരമംഗലയിൽ അനധികൃത കന്നുകാലിക്കടത്ത് ആരോപിച്ച് മലയാളിയായ ഡ്രൈവർക്ക് നേരെ പോലീസിന്റെ വെടിവെപ്പ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ റൂറൽ പോലീസാണ് വെടിവെച്ചത്. കന്നുകാലികളുമായി പോയ ലോറി ഡ്രൈവർ കാസർഗോഡ് സ്വദേശി അബ്ദുള്ളയ്ക്ക് കാലിൽ വെടിയേറ്റു. ഇയാളെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടെയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. വീട്ടുതടങ്കലിലാണെന്ന ഉദുമയിലെ സംഗീത എന്ന യുവതിയുടെ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി കുടുംബം രംഗത്ത്. മികച്ച ചികിത്സയാണ് മകൾക്ക് നൽകിയതെന്നും ഇതര മതസ്ഥനായ യുവാവുമായുള്ള വിവാഹബന്ധം എതിർത്തത് ഇയാൾക്ക് ഭാര്യയും മക്കളും ഉള്ളതിനാലാണെന്നും പിതാവും CPM നേതാവുമായ PV ഭാസ്കരൻ പറഞ്ഞു. 64ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് 28-ന് തുടക്കമാവും. കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം പാണത്തൂരിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കാർഷിക സംസ്കൃതി വീണ്ടെടുത്തോ ചേറ്റുകൊണ്ടോ കീക്കാൻ മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നെൽകൃഷി വിളവെടുപ്പ് ഉത്സവം നടന്നു. 2026-ൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ മുന്നോടിയായാണ് കൊയ്ത്തുത്സവം നടന്നത്. പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര വൈസ് പ്രസിഡന്റ് KV അപ്പു ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ 21-ാം വാർഡ് സമ്പൂർണ്ണ ഭവന വാർഡ് പ്രഖ്യാപനവും കോൺക്രീറ്റ് റോഡുകളുടെ ഉദ്ഘാടനവും നടന്നു. വാർഡ് കൗൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണൻ ആദരവും നൽകി. ഇരിയ പൊടവടക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സേവാ സംഘം പൊലിയന്ത്രം മരം നാട്ടൽ ചടങ്ങ് നടന്നു. കാർഷികാഭിവൃദ്ധിക്കു വേണ്ടി നടത്തുന്ന ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. സാമഗ്രികളുടെ ക്ഷാമം മൂലം നിർമ്മാണ മേഖല നിശ്ചലമായെന്ന് കോൺട്രാക്ടർ ഫെഡറേഷൻ. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ചാമുണ്ടിക്കുന്ന VS സ്മാരക മന്ദിരം CPIM ബ്രാഞ്ച് ഓഫീസിന്റെയും ശില്പി കലാകായിക കേന്ദ്രം ചാമുണ്ടിക്കുന്നിന്റെയും കെട്ടിട നിർമ്മാണ ത്രിമാന ചിത്രപ്രകാശനം നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള കർണാടക അതിർത്തിയിലെ ഈശ്വരമംഗലയിൽ അനധികൃത കന്നുകാലിക്കടത്ത് ആരോപിച്ച് മലയാളിയായ ഡ്രൈവർക്ക് നേരെ പോലീസിന്റെ വെടിവെപ്പ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ റൂറൽ പോലീസാണ് വെടിവെച്ചത്. കന്നുകാലികളുമായി പോയ ലോറി ഡ്രൈവർ കാസർഗോഡ് സ്വദേശി അബ്ദുള്ളയ്ക്ക് കാലിൽ വെടിയേറ്റു. ഇയാളെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടെയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ ഈശ്വരമംഗലത്താണ് നാടകീയ സംഭവം അരങ്ങേറിയത്. അനധികൃത കന്നുകാലിക്കടത്ത് ആരോപിച്ച് മലയാളിയായ ഡ്രൈവർക്കു നേരെ കർണാടക പോലീസ് വെടിവെച്ചു. പുത്തൂർ റൂറൽ പോലീസാണ് വെടിവെച്ചത്. കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ ലോറി 10 കിലോമീറ്റർ പിന്തുടർന്ന പോലീസ് 2 റൗണ്ട് വെടിയുതിർക്കുകയായിരുന്നു. ഒരു വെടിയുണ്ട വാഹനത്തിലും തറച്ചു. പരിക്കേറ്റ ഡ്രൈവർ കാസർഗോഡ് സ്വദേശി അബ്ദുള്ളയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ കാലിനാണ് വെടിയേറ്റത്. കൂടെയുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. അമിത വേഗതയിൽ പോയ വാഹനം പോലീസ് ജീപ്പിൽ ഇടിക്കുകയും ചെയ്തു. ಇವತ್ತಿನ ದಿವಸ ಬೆಳಗಿನ ಜಾವ ಸುಮಾರು 5:30 ಗಂಟೆಗೆ ಪುತ್ತೂರು ಗ್ರಾಮಾಂತರ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ವ್ಯಾಪ್ತಿಯಲ್ಲಿರುವ ಈಶ್ವರಮಂಗಲ ಪೊಲೀಸ್ OP ಪಕ್ಕದಲ್ಲಿ ಒಂದು ಪೊಲೀಸ್ ಫೈರಿಂಗ್ ಆಗಿದೆ. ಘಟನೆಯದು ಸಾರಾಂಶ ಏನಂದರೆ, ಒಂದು ದನದ ಗಾಡಿ ಬರ್ತಾ ಇದೆ ಎಂದು ಪುತ್ತೂರು ಗ್ರಾಮಾಂತರ ಪೊಲೀಸ್ ಠಾಣಾಧಿಕಾರಿಗೆ ನಿನ್ನೆ ರಾತ್ರಿ ಒಂದು ಮಾಹಿತಿ ಬಂದಿರುತ್ತದೆ. ಅದನ್ನು ಫಾಲೋ ಮಾಡಿಕೊಂಡು ಗ್ರಾಮಾಂತರ ಪೊಲೀಸ್ ಠಾಣೆಯವರು ಮತ್ತು ಸ್ಟಾಫ್ ಜೊತೆಗೆ ಗಾಡಿಯನ್ನು ಚೇಸ್ ಮಾಡಿಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದಾರೆ. ಸೊ ಗಾಡಿ ಚೇಸ್ ಮಾಡಿಕೊಂಡು ಹೋಗುವಾಗ ಅದನ್ನು ಓವರ್ಟೇಕ್ ಮಾಡುವಾಗ ಗಾಡಿಗೆ ಟಚ್ ಮಾಡಿ ಮತ್ತು ಮುಂದೆ ನಿಲ್ಲಿಸಿದಾಗ ಗಾಡಿಗೆ ಡ್ಯಾಶ್ ಮಾಡಿ ಅವರು ಪರಾರಿಯಾಗಲಿಕ್ಕೆ ಪ್ರಯತ್ನ ಮಾಡಿದ್ದಾನೆ ಆರೋಪಿ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಗಾಡಿನಲ್ಲಿದ್ದ ಸಬ್ ಇನ್ಸ್ಪೆಕ್ಟರು ಫೈರ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಆರೋಪಿದು ಈಚರ್ ಗಾಡಿನಲ್ಲಿ ಫೈರ್ ಮಾಡಿದ ಮೇಲೆ ಗಾಡಿಯನ್ನು ನಿಲ್ಲಿಸಿ ಅವನನ್ನು ಹಿಡೀಲಿಕ್ಕೆ ಸಬ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಮತ್ತು ಸ್ಟಾಫ್ ಪ್ರಯತ್ನ ಮಾಡೋಕ್ಕೆ ಸಂದರ್ಭದಲ್ಲಿ ಆರೋಪಿ ಅವನ ಕೈಯಿಂದ ಒಂದು
ನೈಫಿಂದ ತೊಗೊಂಡು ಬಂದು ಇವರು ಮತ್ತೆ ಪೊಲೀಸರಿಗೆ ಅಟ್ಯಾಕ್ ಮಾಡೋಕ್ಕೆ ಬಂದಿದ್ದಾನೆ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಸಬ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಮತ್ತೊಂದು ಫೈರ್ ಮಾಡಿದ್ದಾರೆ ಬುಲೆಟನ್ನು. ಅದು ಅವನ ಕಾಲಿಗೆ ಫೈರ್ ಆಗಿದೆ. ಈಗ ಇಂಜೂರ್ ಆಗಿದ್ದವನು ಈಗ ವೆನ್ಲಾಕ್ ಹಾಸ್ಪಿಟಲ್ನಲ್ಲಿ ಅಡ್ಮಿಟ್ ಆಗಿದ್ದಾನೆ. CT ಸ್ಕ್ಯಾನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് 10ഓളം കന്നുകാലികളെ കടത്തിക്കൊണ്ടുവരികയായിരുന്നു ഇയാൾ. ബെല്ലാരി പോലീസ് സ്റ്റേഷനിൽ അബ്ദുള്ളയ്ക്കെതിരെ ഗോവധ നിയമപ്രകാരം കേസ് നിലവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. വീട്ടുതടങ്കലിലാണെന്ന് ഉദുമയിലെ സംഗീത എന്ന യുവതിയുടെ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി കുടുംബം രംഗത്ത്. മികച്ച ചികിത്സയാണ് മകൾക്ക് നൽകിയതെന്നും ഇതര മതസ്ഥനായ യുവാവുമായുള്ള വിവാഹബന്ധം എതിർത്തത് ഇയാൾക്ക് ഭാര്യയും മക്കളും ഉള്ളതിനാലാണെന്നും പിതാവും CPM നേതാവുമായ PV ഭാസ്കരൻ പറഞ്ഞു. സ്വഭാവ ദൂഷ്യമുള്ള ഈ യുവാവ് മകളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മകളുടെ വീഡിയോ സന്ദേശം പുറത്തായതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും PV ഭാസ്കരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞാനൊരു പൊതുപ്രവർത്തകനല്ലെങ്കിൽ ഞങ്ങൾ കുടുംബം അപ്പോൾ തൂങ്ങി കിട്ടി. ആ സാഹചര്യത്തിലാണ് ഈ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുറേ മീഡിയകൾ എന്നെ വിളിച്ചു ചോദിച്ച് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർക്കത് ബോധ്യമായി എന്നാണ് മനസ്സിലാക്കുന്നത്. BNC അവൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ ആകെ 3 മക്കളാണ് എനിക്കില്ല. 2 പേര് ആണും മൂന്നാമത്തതാണ് പെണ്ണും. ഈ ആണുങ്ങൾ 2 പേരും ഷിപ്പിലാണ്. ഈ മകൾ ആക്സിഡൻറ്റ് അതിൻ്റെ ഞാൻ ഡേറ്റും കാര്യമെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 2023 ഈ ആക്സിഡൻറ്റ് ഉദുമ മാങ്ങാടുന്ന് സംഭവിക്കുന്നത്. അവിടുന്ന് ഉടനെ പിന്നെ അവിടുത്തെ ജനങ്ങൾ ആശുപത്രിക്ക് കാസർഗോഡ് കേരളയിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് പിന്നെ അപ്പോഴേക്ക് നമ്മൾ എത്തിയില്ല. കാസർഗോഡൊക്കെ എത്തുമ്പോൾ പിന്നീട് മംഗലാപുരത്തേക്ക് ഡോക്ടർ പറഞ്ഞ് അടിയന്തരമായി കൊണ്ടുപോകണം, ഒരു ഓപ്പറേഷൻ. അങ്ങനെ അവിടുന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായി. അവിടെ 9 ദിവസം നിന്നു. ആദ്യം ഡോക്ടർ പറഞ്ഞില്ല. പിന്നെ ഫൈനൽ കോഡ് പൊട്ടിയതാണ്. അതിപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ എവിടെയില്ല, ഫോറിനിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ വളരെ സ്ലോയിൽ ഫിസിയോതെറാപ്പിയിൽ മാത്രമേ ശരിയാക്കാൻ വേണ്ടി പറ്റുന്നില്ല അർത്ഥത്തിൽ തന്നെയാണ്. അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് കൃഷ്ണകീർത്തി ഡോക്ടറാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഈശ്വരകീർത്തി ഇല്ല സർട്ടിഫിക്കറ്റ് അടക്കമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടായിരുന്നു. പിന്നീടാണ് പിന്നെ തലശ്ശേരിയിൽ നിന്ന് ഇല്ലൊരു രാജീവ് ഗാന്ധി ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അവിടുന്ന് നമ്മൾ ചികിത്സ നടത്താൻ നല്ലൊരു ഡോക്ടർ പിന്നെ ആയുർവേദ ഡോക്ടർ വൈദ്യരുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയി അവിടെ പിന്നെ അയാൾ ആദ്യം നോക്കി ഇതേതായാലും എനിക്ക് പറ്റും എന്നുള്ള രീതിയിലാണ് ആശുപത്രി ആംബുലൻസിൽ നിന്ന് ഇറക്കുന്നത്. പിന്നെ 14 മാസം അവിടെ എടുത്ത് ചികിത്സ നടത്തി. പിന്നീട് അയാൾ പറഞ്ഞു എന്നോട് പറ്റില്ല, ഇനി തണൽ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി. ആ സ്ഥലത്ത് നിന്ന് അവിടുന്ന് അവരും ചികിത്സ നടത്തി. ഒരു 1.5 മാസക്കാലം ചികിത്സ നടത്തി. അവരും പറഞ്ഞത് ഇത് പിന്നെ ഇനി കൂടുതൽ നമ്മളുകൊണ്ട് ഇടുന്ന ആവില്ല, നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോഴാണ് ഈ പറഞ്ഞ എൻ്റെ മരുവള ഭർത്താവ് എന്ന് പറഞ്ഞ കൃഷ്ണപ്രസാദ് തൃക്കൽപ്പൂർ, അയാളാണ് പറഞ്ഞിങ്ങനെ നരമ്പിൻ്റെ ഒരാളുണ്ട്. അങ്ങനെയാണ് ഈ കക്ഷീനെ നമുക്ക് പേര് പറഞ്ഞ് റാഷീദ് ഇല്ല കക്ഷി പരിചയപ്പെടുത്തുന്നതും ഈ രോഗീനെ ആടുന്നേക്ക് നോക്കാനും വന്നു. ആ നോക്കാൻ വന്നതിൻ്റെ ഉടൻ തന്നെ ഇതെല്ലാം നോക്കി ഇങ്ങനെ കൈയും കാലെല്ലാം വലിച്ചു നോക്കി പറഞ്ഞു എനിക്ക് 3 മാസത്തിൻ്റെ അവധി തരികയാണെങ്കിൽ ഞാൻ പൂർണ്ണമായും നടത്തി തരും. അപ്പോൾ ചാർജും പറഞ്ഞിരുന്നു. ഒരു ഫുൾ ഡേ 4000 രൂപയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം 2000 രൂപയും. ആഴ്ചയിൽ ഒരു ചികിത്സ, അത് രാത്രിയിലെ ചികിത്സയാണ്. അതിന് 10,000 രൂപയാണ് പറഞ്ഞത്. ഇത് എനിക്ക് ശരിയാക്കാൻ കഴിഞ്ഞില്ല, ഈ കാശെല്ലാം ഞാൻ തിരിച്ചു തരും എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് വേറെ വിശ്വസിക്കേണ്ട പ്രശ്നം വരുന്നില്ല. വീട്ടിൽ 1,00,000 രൂപയോളം സാധനം പെൻസ് ഇയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുത്തിട്ട് അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീടാണ് തൃക്കൽപ്പൂർ ഈ എൻ്റെ ചികിത്സാ കേന്ദ്രമുണ്ട്, അവിടുന്ന് കുറച്ച് ചികിത്സ ശരിയാവും എന്ന് പറഞ്ഞ് അവിടുന്ന് ചികിത്സ നടത്തുകയും ചെയ്തു. അവിടുന്ന് നടത്തിയിട്ട് ഞാൻ ആഴ്ചക്ക് പോകുന്നുണ്ട്, ഞാനും ഭാര്യയും. അവിടുന്ന് വലിയൊരു മെച്ചമില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ടാകുമ്പോൾ ഇവിടെ മനസ്സിൽ നിന്ന് ഞങ്ങളെ 2 ആളെ അച്ഛനും അമ്മയോടുള്ളൊരു ബഹുമാനമോ കാര്യമോ ബഹുമാനം ഇതെന്നുള്ള അർത്ഥം ഒരു തീരെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് എൻ്റെ മകൾ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ 2 ആളും ചർച്ച ചെയ്ത് എന്നിട്ടിപ്പോൾ മോക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പിന്നീട് നമ്മളടുത്ത് പറഞ്ഞ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിച്ചു തരണം, എന്നാൽ മാത്രം നടത്തിച്ചു തരാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ചികിത്സ അങ്ങനെ മാത്രമേ ഇനി നടത്താൻ പറ്റും എന്ന അർത്ഥത്തിൽ ഞങ്ങളോട് പറയുകയും
നമ്മളത് വല്ലാണ്ടുള്ളൊരു ഷോക്കോട് കൂടിയിട്ടാണ് ആ ഒരു വാചകം മകളടുത്ത് നിന്ന് കേട്ടത്. അങ്ങനെ പിന്നെ കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഇവളെ ആകെ സ്വഭാവം പിന്നെ ഒരു റാഷീദ് കല്യാണം കഴിച്ചാൽ മാത്രമേ ഇല്ല, റാഷീദ് മരുന്ന് എടുത്താൽ മാത്രമേ ഞാൻ എടുക്കും, വേറെ ഒരു മരുന്നും എടുക്കില്ല എന്ന രീതിയിൽ വാശി പിടിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും കൂടി ഒരു വിഷമമുണ്ട്. അവൾ പിന്നെ മെൻസസ് ആയിട്ടുണ്ട്, ഇപ്പോൾ മെൻസസ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിന് മരുന്ന് ഡോക്ടറെ കൊണ്ടുവന്ന പിന്നെ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ആ ഒരു വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവൻ എന്നെ 2-3 പ്രാവശ്യം ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് മൊബൈൽ ഫോണാൽ മറ്റേ ചെറിയ ഫോണാണില്ലത്, അത് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ എന്നെ പിന്നെ വളരെ തെറിയാണ് സംസാരിക്കുന്നത്. തെറി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാതെ തെറിയില്ല എന്നെ സംസാരിച്ചു. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതിന് ശേഷം ഞാനൊരു പിന്നെ മൊബൈൽ ഫോൺ ടൈപ്പ് ചെയ്യുന്ന സൈസ് അതിന് ശേഷം 1-2 പ്രാവശ്യം മാത്രമേ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ രീതിയിൽ തെറി വർത്താനാണ് എന്നോട്, നിങ്ങളെ മോളെ ഞാൻ പൊക്കും, എന്തായാലും എടുക്കും. അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷൂറിൻ്റെ പൈസയാണ് അയാൾക്ക് ഒന്നാമത്തെ ലക്ഷ്യം. ആ ഇൻഷൂർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാളെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അയാളെ ഭാര്യ എന്നെ ഇടക്കിടക്കെ വിളിച്ചുകൊണ്ടുണ്ട്, നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളെ മകളെ കൊടുത്തേണ്ട, എൻ്റെ ജീവിതം പോയിപ്പോൾ എൻ്റെ 2 കുട്ടികളും വളരെ ബുദ്ധിമുട്ട്, വലിയ സാമ്പത്തികമായിട്ടില്ലാതെ ഫാമിലിയാണ്, നിങ്ങൾ അതിന് സഹായിക്കണം എന്നുള്ള രീതിയിൽ കരഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്ന് അയാൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് കുടുംബ കോടതിയിൽ നിന്ന്. ഇന്നാണ് അവർക്ക് ആ കേസ്. അപ്പോൾ നിങ്ങൾ ഹാജരായിട്ടുണ്ടാവും തോന്നുന്നു, അവർ പിന്നെ ഹാജരായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു ഹാജരാവണം, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ വരും, നിങ്ങൾ ഹാജരാവും. അപ്പോൾ ആ രീതിയിലാണ് ഇയാളുടെ സമീപനം. മാത്രമല്ല പിന്നെ ഇവന് മയക്കുമരുന്നിൻ്റെ കച്ചവടം ഉണ്ട് എന്നില്ല എൻ്റെ മനസ്സിലായത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, ഇവൻ ഒരു ചുരുട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ അത്ര വലിയ നമ്മൾ അങ്ങനെ തെറ്റുകാരണം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്. പിന്നെ ആ ബിസിനസ്സും കൂടി ഇവനുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതിൽ തർക്കമില്ല. ഞാൻ ഇതുവരെ പിന്നെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമോ പിന്നെ അതുപോലെ തന്നെ പിന്നെ വർഗീയോ അതുപോലെ തന്നെ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ജാതിയൊന്നും നോക്കാതെ രീതിയിൽ തന്നെയാണ് ഞാൻ നാട്ടുമധ്യസ്ഥം 18 വയസ്സിലെ തുടങ്ങിയാണ്. കുടുംബ മധ്യസ്ഥം കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ ഇടപെടുന്ന ഒരുത്തനാണ് ഞാൻ. അങ്ങനെയില്ല എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകളെ ഇവനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വർത്തമാനം പറയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന മാനസിക വിഷമം എനിക്ക് വളരെയുണ്ട്. ഇത് സഹിക്കാൻ കഴിയാത്ത രീതിയിലാണ്, ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുന്നത്. കാരണം സ്വന്തം മകള് ഇങ്ങനെ പറയിപ്പിക്കാൻ മറ്റൊരു ഒരു വൈദ്യൻ എന്ന് പറഞ്ഞവന് കഴിഞ്ഞല്ലോ എന്നില്ല ആ ഒരു വിഷം എന്നെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമായിട്ടുണ്ട്. ആ ഒരു വിഷമാണല്ലോ. ബാക്കി മകൻ പറയും. 64ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് 28-ന് തുടക്കമാകും. പ്രചരണാർത്ഥം പാണത്തൂരിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. 64ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് 28-ന് തുടക്കമാവും. കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം പാണത്തൂരിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുപ്രിയ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കലകളെ മാറ്റുരച്ച് കാണിച്ച രീതിയിൽ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് വൻ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ എല്ലാവരും അവരവരുടേതായ രീതിയിൽ കൈയഴിച്ച് സഹായം ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. നമുക്കറിയാം, മഴയെല്ലാം പ്രതികൂല സാഹചര്യമാണെങ്കിൽ പോലും നമ്മുടെ ഇത്തരത്തിലുള്ള പരിപാടികൾ വിജയിപ്പിച്ചു പോകേണ്ടത് നമ്മുടെ കുട്ടികളെയും അവരുടെ കലകളെയും പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് പോകുന്ന ഈ ഒരു അവസരത്തിൽ നല്ല രീതിയിലുള്ള സഹകരണവും ആ രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഒരു വിജയകരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധിച്ചിട്ടുണ്ട്. പബ്ലിസിറ്റി ചെയർമാൻ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PM ബാബു, AK ശശി, ജനാർദ്ദനൻ, ജിനിൽ മാത്യു, സിബി പുതുമന തുടങ്ങിയവർ സംസാരിച്ചു. സുനിൽകുമാർ സ്വാഗതവും ജയരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കാർഷിക സംസ്കൃതി വീണ്ടെടുത്ത് ചേറ്റുകുണ്ട് കീക്കാൻ മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നെൽകൃഷി വിളവെടുപ്പുത്സവം നടന്നു. 2026 നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യം കേട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായാണ് കൊയ്ത്തുത്സവം നടന്നത്. പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര വൈസ് പ്രസിഡന്റ് KV അപ്പു ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര കഴകത്തിന്റെ പരിധിയിൽ വരുന്ന ചേറ്റുകുണ്ട് കീക്കാൻ മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 2026 ഏപ്രിലിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് കൂവമിളക്കുന്നതിന് ആവശ്യമായ നെല്ല് തറവാട് കമ്മിറ്റി അംഗങ്ങളുടെയും മറ്റ് ഭക്തജന കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ കൂട്ടായ പരിശ്രമത്തിലൂടെ കൃഷി ചെയ്ത് സ്വാശ്രയത്തിലൂടെ നല്ല വിളവ് ലഭിച്ചിരിക്കുകയാണ്. ഈ അത്യാഹ്ലാദ നിമിഷത്തിൽ
നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ ചേറ്റുകൊണ്ട് റെയിൽവേ ലൈനിന്റെ പടിഞ്ഞാറ് വശത്തായുള്ള ആവിയിൽ പാടശേഖരത്ത് നടന്നു. 2 ഏക്കറോളം വയലിലാണ് നെൽകൃഷിയിൽ നിന്നും 100 മീനി വിളവ് ലഭ്യമായിരിക്കുന്നത്. തറവാട് സമിതിയിൽ KV ജ്യോതിഷ്കാരനവരുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ട പ്രാർത്ഥനയ്ക്ക് ശേഷം ചേറ്റുകൊണ്ട് ആവിയിൽ പാടശേഖരത്തിൽ പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര വൈസ് പ്രസിഡന്റ് KV അപ്പു കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. 2026 ഏപ്രിൽ 7, 8, 9 തീയതിയിൽ നടക്കുന്ന പാലക്കുന്ന് ഭഗവതി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 2 തറവാടുകൾ, ഒന്ന് ചേറ്റുകുണ്ട് മീത്തൽവീട് തറവാടും അതുപോലെ തന്നെ തല്ലാനി തറവാടും. അപ്പോൾ ചേറ്റുകുണ്ട് മീത്തത്തറവാടിലെ കൂവളക്കുന്നതിന് മുൻകാലങ്ങളിലെല്ലാം തറവാട്ടുകാർ തന്നെ ഉത്സാഹിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ഈ നെൽകൃഷിയെല്ലാം. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പ്രാദേശികവും അതുപോലെ തന്നെ സമാനമായ ഭക്തന്മാരും കൂടി തറവാട്ടുകാരെല്ലാം ചേർന്നിട്ട് എടുക്കുന്ന ഒരു കൃഷി രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. തറവാട്ടും അതുപോലെ തന്നെ പ്രാദേശിക സമിതി എല്ലാവർക്കും നല്ല നന്മ നേർന്നുകൊണ്ട് 2026 തേങ്ങിട്ട് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ആശംസകളും നേരുന്നു. ചേറ്റുകുണ്ട് മീത്തൽവീട് തറവാട്ടിൽ 2026 നടത്തുന്ന തെയ്യങ്കെട്ടിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ കൃഷി കൊയ്ത്തിൻ്റെ ഒരു ആരംഭമാണ് തുടങ്ങിയത്. ഇനിയിപ്പോൾ നമുക്ക് കൂവം അളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നെല്ലിൻ്റെ ആവശ്യമുണ്ട്. ആപത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത്. ഇത് വളരെ ഭംഗിയായിട്ട് നമ്മൾ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രക്കാലത്തിൻ്റെ കീഴിൽ നടക്കുന്ന തെയ്യങ്കെട്ടായതുകൊണ്ട് ഇവിടെ കൂടിയ നാട്ടുകാരും ബാക്കി എല്ലാ ബന്ധുക്കളും അതുപോലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി, പ്രാദേശിക കമ്മിറ്റി, അതുപോലെ മാതൃസമിതി അംഗങ്ങൾ, അങ്ങനെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് നടത്തി തരാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര ജനറൽ സെക്രട്ടറി PK രാജേന്ദ്രനാഥ്, സെക്രട്ടറി KV ഗിരീഷ് ബാബു, ചേറ്റുകുണ്ട് പ്രാദേശികം പ്രസിഡന്റ് M പ്രേംകുമാർ, സെക്രട്ടറി K സുകുമാരൻ, തറവാട് പ്രസിഡന്റ് നാരായണൻ കൊളത്തിങ്ങൽ, സെക്രട്ടറി രാജു ഇട്ടമൽ, ഗജാൻജി ശശി കൊളവയൽ, ചേറ്റുകുണ്ട് പ്രാദേശികം മാതൃസമിതി പ്രസിഡന്റ് P സുനിത, സെക്രട്ടറി CH പ്രീതി, പള്ളിക്കര കൃഷി അസിസ്റ്റന്റ് ഓഫീസർ C ബാബു, പാടശേഖര സമിതി സെക്രട്ടറി T സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പ്രാദേശിക സമിതി ഭാരവാഹികൾ, ദേവസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ, തറവാട് കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, മറ്റ് ക്ഷേത്ര ഭാരവാഹികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ 21-ാം വാർഡ് സമ്പൂർണ്ണ ഭവന വാർഡ് പ്രഖ്യാപനവും കോൺക്രീറ്റ് റോഡുകളുടെ ഉദ്ഘാടനവും നടന്നു. വാർഡ് കൗൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണന് ആദരവും നൽകി. പുതുക്കൈ 21-ാം വാർഡ് സമ്പൂർണ്ണ ഭവന വാർഡ് പ്രഖ്യാപനവും പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡുകളുടെ ഉദ്ഘാടനവും വികസനങ്ങൾക്ക് നേതൃത്വം നൽകിയ വാർഡ് കൗൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണന് ആദരവും വാർഡ് വികസന സദസ്സും സംഘടിപ്പിച്ചു. നഗരസഭ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി ചതുരക്കിണർ കുങ്ങിണിയൻ വളപ്പ് റോഡ്, വനശാസ്ത്ര ഒപ്പിരിക്കൈ കോൺക്രീറ്റ് റോഡുകളാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീടില്ലാത്ത 51 പേർക്കാണ് വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് നൽകി. ഈ ഒരു പ്രവർത്തനത്തിലൂടെയാണ് വാർഡിലെ മുഴുവൻ ആളുകൾക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. കഴിഞ്ഞ 5 വർഷക്കാലം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്നും നയിച്ച വാർഡ് കൗൺസിലർ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കൈ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് സംവദിക്കുന്നതിനുള്ള വികസന സദസ്സാണ് ഇന്ന് നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് 2 കോൺക്രീറ്റ് റോഡുകൾ 2025-26 വാർഷിക പദ്ധതിയിലെ 2 കോൺക്രീറ്റ് റോഡുകൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ചതുരക്കിണർ കൊങ്ങണിയം വളപ്പ് റോഡും അതുപോലെ ഉപ്പിലിക്കൈ വനശാസ്ത്ര റോഡും. അതോടൊപ്പം ഈ വാർഡിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ PMAY ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാഞ്ഞങ്ങാട് നഗരസഭയിൽ 1078 വീടുകൾ നൽകിയപ്പോൾ 51 വീടുകൾ ഈ വാർഡിനകത്താണ്. അതോടുകൂടി ഈ വാർഡിനെ സമ്പൂർണ്ണ ഭവന വാർഡായി പ്രഖ്യാപിക്കുകയാണിന്ന്. എല്ലാവർക്കും വീടുള്ള കേരളം എന്നതുപോലെ എല്ലാവർക്കും വീടുള്ള കാഞ്ഞങ്ങാട് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കാഞ്ഞങ്ങാട് നഗരസഭ മുന്നേറുമ്പോൾ ഇവിടുത്തെ 21-ാം വാർഡ് സമ്പൂർണ്ണ ഭവന വാർഡായി പ്രഖ്യാപിക്കപ്പെടുന്നു. അതോടൊപ്പം 6.25 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു വാർഡിനകത്ത് മാത്രമായിട്ട് ഈ 5 വർഷത്തിനകത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിട്ടുള്ളത്.
വാർഡ് കൗൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ അനീഷൻ, കെ വി സരസ്വതി, കൗൺസിലർ രവീന്ദ്രൻ പുതുക്കൈ, പൊതുപ്രവർത്തകരായ പി കെ നിശാന്ത്, പി സുകുമാരൻ, പി രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. സുജിത്ത് മോനാച്ച സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ പൊടവടുക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സേവാ സംഘം പൊളിയന്ത്രം മരം നാട്ടൽ ചടങ്ങ് നടന്നു. കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തുന്ന ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ജില്ലയിൽ പൊടവടുക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മാത്രം കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് പൊളിയന്ത്രം മരം നാട്ടൽ ചടങ്ങ്. എല്ലാ വർഷവും തുലാം മാസം അമാവാസി നാളിൽ നടക്കുന്ന ഈ ഉത്സവം ഈ വർഷവും വിപുലമായ രീതിയിൽ നടന്നു. പൊടവടുക്കം മൂലയിൽ വീട് വേങ്ങയിൽ രാധാകൃഷ്ണൻ നായരുടെ സ്ഥലത്താണ് ചടങ്ങ് നടന്നത്. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമഗ്രികളുടെ ക്ഷാമം മൂലം നിർമ്മാണ മേഖല നിശ്ചലമായെന്ന് കോൺട്രാക്ടർ ഫെഡറേഷൻ. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. സാമഗ്രികളുടെ ക്ഷാമം മൂലം നിർമ്മാണ മേഖല നിശ്ചലമായതായി ചെറുകിട കരാറുകാരുടെ സംഘടനയായ കോൺട്രാക്ടർ ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ വിഷയം മുന്നോട്ടായിട്ട് തന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നല്ല കേരളത്തിലെമ്പാടും ഈ പ്രശ്നം ഉണ്ടെന്നാണ് കരുതുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഒരൊറ്റ കോറ പോലും പ്രവർത്തിക്കുന്നില്ല. കരിങ്കൽ ഉൽപ്പന്നങ്ങൾ തീരെ ലഭ്യതയില്ല. മുഴുവൻ സാധനങ്ങളും കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നത്. സ്വാഭാവികമായിട്ടും മത്സരമില്ലാത്ത സ്ഥിതിയിൽ ഏകദേശം ഈ ഒരു 3 മാസക്കാലത്തിനിടയ്ക്ക് ഒരു 30-40% വിലക്കയറ്റമാണ് ഈ ഉൽപ്പന്നങ്ങൾക്ക് വന്നിട്ടുള്ളത്. മെറ്റലിൻ്റെ എല്ലാ തരത്തിലുള്ള മെറ്റലുകൾ, എംസാൻഡ്, ഈ സാധനങ്ങൾക്ക് മുഴുവൻ ഏകദേശം 30 മുതൽ 40% വരെയുള്ള വിലവർദ്ധനമാണ് വന്നിട്ടുള്ളത്. കർണാടകത്തിൽ നിന്ന് വരുന്നു. കർണാടകത്തിൽ നിന്ന് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. ഇവിടെ തിരെ ഉത്പാദിപ്പിക്കുന്നതിന് ഒറ്റപ്പെട്ട ഒന്നാമത്തെ കോറുകൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് വില വർദ്ധിപ്പിച്ചു. അപ്പോൾ ഗവൺമെൻറ് ഇതിനനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് വർദ്ധിപ്പിക്കുകയോ അതനുസരിച്ചിട്ടുള്ള ഈ വില നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ നമ്മൾ പലതവണ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒട്ടും മുൻപോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോകുന്നത്. പഞ്ചായത്തിൻ്റെയൊക്കെ പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടമാണിത്. എല്ലാവരുടെ ടെൻഡർ നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷേങ്കിലും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള സമ്മർദ്ദം കരാറുകാരുടെ മേലെ വരികയാണ്. ക്വാറി ഉത്പന്നങ്ങളുടെ ലഭ്യതക്കുറവാണ് നിർമ്മാണ മേഖലയെ ബാധിച്ചിട്ടുള്ളത്. 2 ഡസനോളം ക്രഷറുകളും ക്വാറികളും ഉണ്ടായിരുന്ന ജില്ലയിൽ നിലവിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല. മരാമത്ത് പ്രവൃത്തികൾക്കാവശ്യമായ മെറ്റലുകളും മറ്റും കർണാടകയിൽ നിന്നാണ് വരുന്നത്. ഇതിനാകട്ടെ സമീപകാലത്തായി 30% മുതൽ 50% വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. പരിസ്ഥിതി പ്രശ്നത്താലും ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാത്തതുമാണ് ജില്ലയിലെ ക്രഷറുകളും ക്വാറികളും അടച്ചിടാൻ ഇടയാക്കിയത്. ഇത് മുതലെടുത്ത് ഇടനിലക്കാർ വൻതോതിൽ ലാഭം കൊയ്യുകയാണെന്ന് ഇവർ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിലും LSGDയിലും നടക്കുന്ന ടെൻഡർ നടപടികളിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള നെഗോസിയേഷൻ പ്രക്രിയ നടക്കുന്നത് ചെറുകിട കരാറുകാരെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ പ്രവർത്തികൾ തീർക്കാൻ ജനപ്രതിനിധികൾ കരാറുകാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഈ നില തുടർന്നാൽ ടെൻഡർ നടപടികൾ ബഹിഷ്കരിക്കുന്നതിലേക്ക് തങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന് ഭാരവാഹികളായ BM കൃഷ്ണൻ നായർ, EV കൃഷ്ണപൊതുവാൾ, GS രാജീവ്, A ആമു, P പ്രഭാകരൻ, ഋഷി തോയമൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചാമുണ്ടിക്കുന്ന് VS സ്മാരക മന്ദിരം CPIM ബ്രാഞ്ച് ഓഫീസിന്റെയും ശില്പി കലാകായിക കേന്ദ്രം ചാമുണ്ടിക്കുന്നിന്റെയും കെട്ടിട നിർമ്മാണ ത്രിമാന ചിത്ര പ്രകാശനം നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാമുണ്ടിക്കുന്ന് VS സ്മാരക മന്ദിരം CPIM ബ്രാഞ്ച് ഓഫീസിന്റെയും ശില്പി കലാകായിക കേന്ദ്രം ചാമുണ്ടിക്കുന്നിന്റെയും കെട്ടിട നിർമ്മാണത്തിന്റെ ത്രിമാന ചിത്ര പ്രകാശനവും കൂപ്പൺ ഉദ്ഘാടനവും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ നിർവഹിച്ചു. ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. VSന് ഒരു സ്മാരകം പാർട്ടി ബ്രാഞ്ച് ഓഫീസായി വളരെ വേഗം
സ്ഥാപിക്കണമെന്ന ആവേശത്തിലാണ് ചാമല്ലിക്കുന്നിലെ പാർട്ടി സഖാക്കളും പാർട്ടി ബന്ധുക്കളും. ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ എന്നും രാവെന്നോ പകലെന്നോ നോക്കാതെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ഓഫീസല്ല, ജനങ്ങളുടെ ഓഫീസാണ്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ സബീഷ് അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരികൾ വി ഗിനീഷ്, പി കൃഷ്ണൻ, പി കാര്യമ്പു, പ്രജീഷ് പി കെ, എം കരുണാകരൻ, രാഘവൻ, കുട്യൻ, കൺവീനർ അനൂപ് എം പി, സുജിത് മീത്തൽ, ജോയിന്റ് കൺവീനർ ശാലിനി, മധു എം, പ്രണവ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി ട്രഷറർ രാജേഷ് നന്ദിയും ജനറൽ കൺവീനർ കെ അനീഷ് സ്വാഗതവും പറഞ്ഞു. കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രൊഫസർ വി ഗോപിനാഥൻ വിടവാങ്ങി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രൊഫസറും പ്രിൻസിപ്പാളുമായിരുന്ന വി ഗോപിനാഥൻ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്നു. പഠനയാത്രയ്ക്കിടെ മലപ്പുറം നിലമ്പൂരിൽ കുഴഞ്ഞു വീണായിരുന്നു മരണം. സൗമ്യശീലനും വലിയൊരു സൗഹൃദ വലയത്തിനുടമയായ അധ്യാപകന്റെ ആകസ്മിക വിയോഗം കാസർഗോഡിനെയാകെ ദുഃഖത്തിലാഴ്ത്തി. എല്ലായ്പ്പോഴും ചിരിച്ച് മാത്രം കാണാറുള്ളയാൾ, സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, വിനയം മുഖമുദ്രയായുള്ള വ്യക്തിത്വം, ഇത്തരത്തിൽ ഒരിക്കൽ മാത്രം സംസാരിച്ചവരുടെ പോലും ഹൃദയം കീഴടക്കുവാനുള്ള മാന്ത്രികതയായിരുന്നു കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രൊഫസർ വി ഗോപിനാഥനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നത്. സർവീസിൽ നിന്നും വിരമിച്ചിട്ടും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി രംഗത്തുമെല്ലാം ചുറുചുറുക്കോടെ ഓടി നടന്നുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം. കാസർഗോഡിനെ സ്നേഹിച്ച് കാസർഗോഡിനായി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് ഇപ്പോൾ പ്രൊഫസർ വി ഗോപിനാഥൻ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നത്. പഠനയാത്രയ്ക്കിടെ മലപ്പുറം നിലമ്പൂരിൽ കുഴഞ്ഞു വീണായിരുന്നു മരണം. ഒക്ടോബർ 21 തീയതി ആരംഭിച്ച മലപ്പുറം ജില്ലയിലെ പഠനയാത്രയ്ക്കിടെ നിലമ്പൂരിലെത്തിയപ്പോൾ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഹൃദയാഘാതം മൂലം അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാസർഗോഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രാവൽ മാർട്ട് ക്ലബിലെ അംഗങ്ങൾക്കൊപ്പം നിലമ്പൂരിലേക്ക് പഠനയാത്രയ്ക്കെത്തിയതായിരുന്നു അദ്ദേഹം. നിലമ്പൂരിൽ നിന്നും ബുധനാഴ്ച രാവിലെ തന്നെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട്. പ്രൊഫസറും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പാളുമായിരുന്ന ഭാര്യ ശ്രീമതിയും കൂടെയുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടെ വിദ്യാനഗർ ചിന്മയ കോളനിയിലെ വീട്ടിലെത്തിക്കും. സംസ്കാരം പിന്നീട് തീരുമാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അമേരിക്കയിൽ എഞ്ചിനീയറായ ശ്രുതി മനോജ്, കണ്ണൂരിൽ ഡോക്ടറായ ശ്വേത എന്നിവർ മക്കളാണ്. സൗമ്യശീലനും വലിയൊരു സൗഹൃദ വലയത്തിനുടമയുമായ അധ്യാപകന്റെ ആകസ്മിക വിയോഗം കാസർഗോഡിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ, ഉത്തരമേഖല കോളേജിയേറ്റ് ഡയറക്ടർ തുടങ്ങിയ ഔദ്യോഗിക നിലകളിൽ പ്രൊഫസർ വി ഗോപിനാഥൻ പ്രവർത്തിച്ചിരുന്നു. കാസർഗോഡിന്റെ പുരോഗമന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സംഘടനകൾ, വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, കലാസാഹിത്യ കൂട്ടായ്മകൾ, പൊതുപ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം ഇദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. നിരവധി ശിഷ്യസമ്പത്താണ് വി ഗോപിനാഥനുള്ളത്. മരണവിവരമറിഞ്ഞ് ശിഷ്യരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമെല്ലാം പ്രൊഫസർ വി ഗോപിനാഥനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വിദ്യാനഗറിലെ ചിന്മയ കോളനിയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റേണ്ടി വന്ന തെങ്ങുകൾക്കു പകരം തെങ്ങിൻ തൈകൾ നട്ട് തൃക്കരിപ്പൂർ ശ്രീ രാമവല്യം കഴകം. ക്ഷേത്രവളപ്പിൽ 100 തെങ്ങിൻ തൈകളും 100 കൗങ്ങിൻ തൈകളുമാണ് നട്ടത്. ഈ വർഷം മാർച്ചിൽ നാടിന്റെ ഉത്സവമായി മാറിയ തൃക്കരിപ്പൂർ ശ്രീ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിനായി ഭക്ഷണപ്പന്തലൊരുക്കിയ ഭൂമിയിലും ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി മുറിച്ചു മാറ്റേണ്ടി വന്ന തെങ്ങുകൾക്ക് പകരമായി 100-ലധികം കേരശ്രീ തെങ്ങിൻ തൈകളാണ് കഴകം നേതൃത്വത്തിൽ നട്ടത്. കേരള കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതാണ് കേരശ്രീ തെങ്ങിൻ തൈകൾ. ഇനി വരുന്ന ഉത്സവാവശ്യങ്ങൾ പരിഗണിച്ച് അത്യുൽപാദന ശേഷിയുള്ള 100 കവുങ്ങുകളും നട്ടുപിടിപ്പിച്ചു. ഇടവിളിയായി വാഴകളും നട്ടു. 2050 വരുന്ന ശ്രീരാമവല്യം കഴകം പെരുങ്കളിയാട്ടത്തിന് ചില ഒരുക്കങ്ങൾ കുറിക്കുക എന്ന ലക്ഷ്യവും കഴകം ഭരണസമിതിക്കുണ്ട്. ഇടവിളിയായി 200 നാടൻ വാഴയും നട്ട് സംരക്ഷിക്കുന്നതിനാണ് തുടക്കമിട്ടത്. പരിപാടിയുടെ ഉദ്ഘാടനം രാമവല്യം കഴകം വളപ്പിൽ തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ റെജീന ആദ്യ തെങ്ങിൻ തൈ നട്ടു നിർവഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പ് പദ്ധതിയിൽ കണിക ജലസേചന സൗകര്യമാണ് ഭരണസമിതി ഒരുക്കുന്നത്. 25 സംവത്സരങ്ങൾക്ക് ശേഷം
ശ്രീ രാമവില്യം കഴകത്തിൽ നടന്ന പെരിങ്കല്യാട്ട ഭക്ഷണ സ്ഥലമൊരുക്കുന്നതിന് വേണ്ടി ഏകദേശം 90-ലേറെ തെങ്ങുകൾ നമുക്ക് മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് പകരമായി 100ഓളം അത്യുൽപാദന ശേഷിയുള്ള കേരശ്രീ ഇനത്തിൽപ്പെട്ട തെങ്ങുകൾ തൈകൾ വെച്ചു പിടിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. അതനുസരിച്ചുള്ള ചടങ്ങാണ് ഇവിടെ ഇത് നടന്നു വരുന്നത്. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന കവുങ്ങിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏകദേശം 100ഓളം അത്യുൽപാദന ശേഷിയുള്ള കവുങ്ങിൻ തൈകളും ഇടവിളയായി വാഴയും നട്ടുവളർത്താൻ തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള പരിപാടികൾ നടത്തുകയും ചെയ്യുകയാണ്. ഈ സംരംഭത്തിൽ പങ്കാളികളായ എല്ലാ സുമനസ്സുകൾക്കും നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് മതിയാക്കും. രാമവില്യം കഴകത്തിന് കീഴിലെ ഒളവറ മുണ്ട്യ, കൂലേരി മുണ്ട്യ, പേക്കടം കുറുവാപ്പള്ളി, തടിയൻ കോവൽ മുണ്ട്യ, പടനാമുണ്ട്യ തുടങ്ങിയ കീഴ്ഘടക ക്ഷേത്രത്തിലെ സ്ഥാനികരും കൂട്ടായിക്കാരും കഴകം ഭരണസമിതി ഭാരവാഹികളും സമുദായക്കാരും വനിതാ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് നടീൽ കർമ്മം നിർവഹിച്ചത്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂൾ 1984 SSLC ബാച്ചിലെ സദീർക്കരുടെ ഒത്തുചേരൽ ശ്രദ്ധേയമായി. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ വലിയ പറമ്പിലെ ഇടയിലെക്കാട്ടിലാണ് സഹപാഠികൾ കലാകായിക പരിപാടികളുമായി ഒത്തുചേർന്നത്. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ 4 പതിറ്റാണ്ട് മുമ്പ് SSLC ഒരുമിച്ച് പഠിച്ചവർ ചേർന്ന് 2012 രൂപീകരിച്ച കൂട്ടായ്മയായ ഡ്രീംസ് 13 വർഷമായി കൂട്ടുകാർക്കിടയിൽ സജീവമാണ്. ചികിത്സാ സഹായങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിനോദയാത്രകൾ, സുഹൃത്ത് സംഗമങ്ങൾ, ഇടവേളകളിട്ട് ഒത്തുചേരൽ എന്നിവയൊക്കെ നടത്തിവരുന്നുണ്ട്. ഇടയിലേക്കാട്ടിൽ നടന്ന ഒത്തുചേരലിന്റെ ഉദ്ഘാടനം സഹപാഠികളിൽ നിന്നും തിരഞ്ഞെടുത്ത M അനിത ടീച്ചർ നിർവഹിച്ചു. C അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. TP അഷ്റഫ്, KP രേഖ ടീച്ചർ, E അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. കലാകായിക മത്സരങ്ങളും നൃത്തങ്ങളും നടന്നു. 1984 SSLC ബാച്ചിലെ 200-ലധികം വരുന്നവരുടെ കൂട്ടായ്മയാണ് ഡ്രീംസ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദേശീയ സെപക് താക്രോ സീനിയർ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീം ബുധനാഴ്ച ഗോവയിലേക്ക് പുറപ്പെടും. ഒക്ടോബർ 23 മുതൽ 27 വരെ ഗോവ മനോഹർ പരീക്കർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലെ സീനിയർ വനിതാ ടീമിനെ കാസർഗോഡിന്റെ ശ്രേയ നയിക്കും. ഒക്ടോബർ 15 മുതൽ 21 വരെ തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഫായ്ക്ക ഇൻഡോർ കോർട്ടിൽ നടന്ന സംസ്ഥാന സീനിയർ വനിതാ ടീം പരിശീലന ക്യാമ്പിൽ നിന്നാണ് ടീമിനെ തിരഞ്ഞെടുത്തത്. ഗോവയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന സീനിയർ വനിതാ ടീമിനെ കാസർഗോഡ് ജില്ലയിലെ ശ്രേയ നയിക്കും. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള S പൂജയാണ് ഉപനായിക. തൃശ്ശൂരിൽ നിന്നുള്ള അന്ന മരിയ ബാബു, ഐശ്വര്യ ജോയ്, അലോണ ജോയ്, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള KK നന്ദു, S പുണ്യ, കോഴിക്കോട് ജില്ലയിലെ ഇഷിത ബിജു എന്നിവരാണ് ടീം അംഗങ്ങൾ. 35ാമത് സീനിയർ സെപക് താക്രോ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഗോവയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന നമ്മുടെ കേരള ടീമിൻ്റെ സീനിയർ കുട്ടികളുടെ ക്യാമ്പ് തൃക്കരിപ്പൂർ ഫായ്ക്കയിൽ വെച്ച് ഇന്ന് സമാപിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ നിന്ന് നമ്മുടെ ദേശീയ കോച്ച് ബാബു KVയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ വെങ്കല മെഡൽ നേടിയ ടീമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റേത്. ഇപ്രാവശ്യം സ്വർണ്ണ മെഡലും എല്ലാ ഇനങ്ങളിലും സ്വർണ്ണ മെഡലുമായിട്ട് തിരിച്ചു വരാൻ ഇവരൊരുങ്ങിയിരിക്കുകയാണ്. അതിന് പ്രാപ്തിയുള്ള കുട്ടികൾ, അവരുടെ ആത്മവിശ്വാസം അവർക്കുണ്ട്. അതിലൂടെ അവർ ഒരു കേരളത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണ മെഡൽ കൊണ്ട് ഇപ്രാവശ്യം മടങ്ങി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും. സെപക് താക്രോ ദേശീയ ടീം പരിശീലകനായ KV ബാബുവാണ് കേരള ടീം പരിശീലകൻ. K സ്മിതയാണ് ടീം മാനേജർ. രഘു ഇവന്റ്, ക്വാഡ് ഇവന്റ്, ഡബിൾ ഇവന്റ് എന്നിവയിലാണ് മത്സരം. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വള്ളിയോട് SNPSൽ പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ പുരുഷ ടീമിനെ തിരുവനന്തപുരം ജില്ലയിലെ യദുകൃഷ്ണ നയിക്കും. തൃശൂരിലെ ആദിൽ അമീറാണ് ഉപനായകൻ. കാസർഗോഡ് ജില്ലയിലെ P ഷക്കീർ, തിരുവനന്തപുരത്തെ GA അക്ഷയ്, എറണാകുളത്തു നിന്നുള്ള S ആദിത്യൻ, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ബേസിൽ K, ബാബു U അതുൽ കൃഷ്ണൻ, തൃശൂർ ജില്ലയിലെ നിതിൻ V നായർ എന്നിവരാണ് ടീം അംഗങ്ങൾ.
ദേശീയ പരിശീലകനായ MK പ്രേംകൃഷ്ണനാണ് മുഖ്യ പരിശീലകൻ. P. വിഷോയിയാണ് സഹപരിശീലകൻ. K. മധുസൂദനൻ ടീം മാനേജർ. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബാഡ്മിന്റൺ ജേതാക്കളെ KSB ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത മികച്ച വിജയം നേടിയ 9 വിദ്യാർത്ഥികളെയാണ് ക്ലബ്ബ് അനുമോദിച്ചത്. ബാഡ്മിന്റൺ രംഗത്ത് നിരവധി വർഷമായി പ്രവർത്തിക്കുന്ന കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബിൽ നിന്നും പരിശീലനം നേടി ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയ 9 വിദ്യാർത്ഥികളെ ക്ലബ്ബ് അനുമോദിച്ചു. സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ ജേതാക്കളായ ജൂലിയറ്റ് ജോമോൻ, രോഹിത് സായി, അളിൻ കിഷോർ, PV പാർവണ, ആഗ്നേയ് P. യാദവ്, ആരവ് K. മനോജ്, EK കീർത്തന നമ്പ്യാർ, CM നന്ദന, ധ്യാൻ ചന്ദ് എന്നിവരെയാണ് അനുമോദിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ നായർ അധ്യക്ഷനായി. അക്കാദമി ചെയർമാൻ K. രവീന്ദ്രൻ, പരിശീലകൻ അഡ്വക്കേറ്റ് M. വിപിൻ കുമാർ എന്നിവർ ഉപഹാരങ്ങൾ നൽകി. കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിൻ്റൺ ക്ലബ്ബ് നിരവധി പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ 1.5 വർഷത്തോളമായി ഒരു കോച്ചിങ് ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് വിപിനാണ് ഈ കോച്ചിങ് ക്യാമ്പ് നടത്തുന്നത്. അതിൻ്റെ ഫലമായി നമുക്ക് ഇവിടെ നല്ല കുട്ടികളെ കോച്ചിങ് കൊടുത്ത് അവരെ നല്ല ഒരു പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി കഴിഞ്ഞ വിവിധ മേഖലകളിൽ നടന്ന സ്കൂളുകളിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റുകളിൽ ഏകദേശം 9ഓളം കുട്ടികൾക്ക് ഉന്നത വിജയം നേടിയിട്ടുണ്ട്. അവരെയൊക്കെ ഇന്ന് ഈ ക്ലബ്ബ് ഇവിടെ വെച്ച് ആദരിക്കുകയുണ്ടായി. എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഉയർച്ച ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ ക്ലബ്ബിൻ്റെ ഒരു സംരംഭത്തിന്. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി M. മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി TV രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ഗവൺമെന്റ് ITA വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ ഗവൺമെന്റ് ITIക്ക് പുതുതായി നിർമ്മിച്ച വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു. വ്യവസായ വകുപ്പിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പണി കഴിപ്പിച്ചത്. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷെ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്ക് ഇത് നിശ്ചയമുണ്ടാവില്ല. കഷ്ടപ്പെടും, മറ്റേ എല്ലാവരും വീട്ടിൽ പോകും, എന്തെങ്കിലും തരത്തിലുള്ള ജോലി കണ്ടുപിടിക്കാൻ പിന്നീടാണ് ശ്രമിക്കുന്നത്. എന്നാൽ ITI, കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ പ്രത്യേകത അവിടെ പഠിപ്പിക്കുന്നത് തന്നെ തൊഴിലാണ്. അതിന് ചില പരിധികളുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക്കലും അതുപോലെ ഓട്ടോമൈസ് 2 ട്രേഡുകളാണ്. 2 മികച്ച ട്രേഡുകളാണ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി നല്ലൊരു ഇലക്ട്രീഷ്യൻ കിട്ടണമെന്ന് ഇലക്ട്രീഷ്യന്മാരാണ്. അവർക്ക് നിയമവും സാങ്കേതികമായ കാര്യങ്ങൾ അറിയാതെ അത്യാവശ്യം ചില കാര്യങ്ങൾ വരുമാനമൊക്കെ നടത്തുന്നത് അവർ ട്രെയിൻഡല്ല. എന്നാൽ അതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണെങ്കിൽ, സാങ്കേതിക കുറച്ച് ആളാണെങ്കിൽ അദ്ദേഹത്തിന് ലൈസൻസ് കൊടുക്കും. A ക്ലാസ് മുതൽ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട കെട്ടിടങ്ങളിലേക്ക് വൈദ്യുതി വെക്കേണ്ട നടപടികളുടെ ആവശ്യമായ കാറ്റഗറിയിലുള്ള ലൈസൻസ് ലൈസൻസ് ബോർഡിൻ്റെ അംഗമായിരുന്നു കാര്യമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, പഞ്ചായത്ത് അംഗം MV നാരായണൻ, പ്രിൻസിപ്പാൾ KJ ഹേസൽ ബിന്ദു, M ജഗദീഷ്, ഷാജി എടമുണ്ട, P പരമേശ്വരൻ നായർ, EV രാധാകൃഷ്ണൻ, K ആതിര, TV ശ്രീജ, PR കാർത്തിക്, EK മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുകയില വിമുക്ത പ്രദേശം, പുകയില വിമുക്ത വിദ്യാലയം എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ അടുക്കത്തുവയൽ വിദ്യാർത്ഥികൾ റാലി നടത്തി. മദർ PTA പ്രസിഡന്റ് പ്രിയങ്ക ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ അടുക്കത്തുവയൽ വിദ്യാർത്ഥികൾ പുകയില വിമുക്ത പ്രദേശം, പുകയില വിമുക്ത വിദ്യാലയം എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് റാലി നടത്തിയത്. ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സ്കൂൾ ചലഞ്ച് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ ബോധവൽക്കരണ റാലി മദർ PTA പ്രസിഡന്റ് പ്രിയങ്ക ഫ്ലാഗ് ഓഫ് ചെയ്തു. യോഗത്തിൽ വിദ്യാലയ പ്രധാന അധ്യാപകൻ പ്രദീപ് കുമാർ U, പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് കുമാർ KV എന്നിവർ സംസാരിച്ചു.
വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും റാലിയുടെ ഭാഗമായി പുകയില വിരുദ്ധ ബോധവൽക്കരണത്തിൽ അണിചേർന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് മോഡൽ CDSന്റെ നേതൃത്വത്തിൽ തനത് പ്രവർത്തനത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ അയൽക്കൂട്ട ഡിജിറ്റലൈസേഷൻ സിഗ്നേച്ചർ മൊബൈൽ ആപ്പിന്റെ ഉദ്ഘാടനം നടന്നു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ ചടങ്ങ് നിർവഹിച്ചു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDS സിഗ്നേച്ചർ മൊബൈൽ ആപ്പ് ലോഞ്ചിങ്ങും വിവിധ തനത് പ്രവർത്തികളുടെ ഉദ്ഘാടനവും തലക്ലായി പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടന്നു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ IAS സിഗ്നേച്ചർ ലോഞ്ചിങ് നിർവഹിച്ചു. ലോഞ്ചിങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ ആദ്യം നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയതിൻ്റെ ഉദാഹരണമാണ് സിഗ്നേച്ചർ. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഞാനിവിടെ വന്നതിന് പ്രത്യേക കാരണമുണ്ട്. ഞാനിവിടെ നേരത്തെ മാർക്കെയർ കണ്ടപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു, സർ കാസർഗോഡ് ഇങ്ങനൊരു പദ്ധതിയുണ്ട്, വളരെ നല്ല രൂപത്തിൽ പോകുന്നുണ്ട്, നമുക്കത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം. കാസർഗോഡ് മോഡൽ എന്ന രൂപത്തിൽ മാർക്കെയർ 405 സ്കൂളുകളിൽ കേരളം മുഴുവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. സിഗ്നേച്ചർ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനം 1-2 മാസം കഴിയുമ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയാം. തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ അറിയപ്പെടാൻ പോകുന്നത് ചെമ്മനാട് മോഡൽ എന്ന രൂപത്തിൽ അറിയാം. കാരണം നമുക്ക് വളരെ വളരെ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൻസൂർ കുരിക്കൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ DMC രതീഷ് പിലിക്കോട് പദ്ധതി വിശദീകരണം നടത്തി. ബാങ്ക് ലോൺ ചെക്ക് കൈമാറൽ വനിതാ വികസന കോർപ്പറേഷൻ ജില്ലാ കോഓർഡിനേറ്റർ ഹിമാസനിൽ നിർവഹിച്ചു. കാസർഗോഡ് കാനറ ബാങ്ക് റീജിയണൽ ഹെഡ് ശ്രീനാഥ് RP ദത്തെടുത്ത 3 കുട്ടികളുടെ പഠനച്ചെലവ് ഫണ്ട് ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ ഷംസുദ്ദീൻ തെക്കിൽ, ആയിഷ അബൂബക്കർ, രമ ഗംഗാധരൻ, കലാഭവൻ രാജു, രേണുക ഭാസ്കരൻ, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ അഹമ്മദ് കല്ലട്ര, രാജൻ K. പൊയ്നാച്ചി, മനോജ് കുമാർ, സുജാത രാമകൃഷ്ണൻ, മൈമൂന അബ്ദുൾ റഹിമാൻ എന്നിവരും കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC-മാരായ ഹരിദാസ് D, ഇക്ബാൽ CH, സൗദ M, കിഷോർ കുമാർ എന്നിവരും കാസർഗോഡ് ജില്ലാ മിഷൻ IBCB DPM രത്നേഷ്, കുടുംബശ്രീ DPM ഷിബി, DTC പ്രസിഡന്റ് സുകുമാരൻ N, സിഗ്നേച്ചേഴ്സ് ഡയറക്ടർ സൗബാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടുംബശ്രീ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ മുംതാസ് അബൂബക്കർ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് മോഡൽ CDS മെമ്പർ സെക്രട്ടറി മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU അനശ്വര യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU അനശ്വര യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. ചടങ്ങിൽ വെച്ച് ഓട്ടോ സ്റ്റാൻഡിലെ മുതിർന്ന തൊഴിലാളി നാരായണൻ നെല്ലിക്കാട്ടിനെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി K. ഉണ്ണിനായർ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ സാമ്രാജ്യത്തിൽ നീക്കാനുള്ള ബഹുദ്രുവ ലോകനന്ദനിയുടെ സുപ്രധാന ചൂടാണ്. 2 വർഷം മുമ്പ് ഡോളറിന് ബദലായി ബ്രിക്സ് നാണയം എന്ന ആശയം വരുന്നപ്പോൾ ആ കൂട്ടായ്മയിലെ സാധാരണമായിരിക്കാൻ ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ബ്രിക്സ് ശക്തി തിരിച്ചറിയാതെയോ അമേരിക്കയുടെ അലോസരപ്പെടുത്തലോ ഭയന്നായിരുന്നു ഇന്ത്യ എതിർത്ത് ഈജിപ്ത്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി ചേർന്ന് ബ്രിക്സ് പ്രസിലാണ് ലോക ജനസംഖ്യയിൽ പകുതിയധികം. ലോകത്തിലെ ആകെ GDP-യിൽ 40% അവയിലാണ്. ഇതെല്ലാം ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വിഷ്ണുലോകം വികസിത രാജ്യങ്ങൾക്ക് അർഹമായ വികസനം പങ്കാളിത്തം ഉറപ്പാക്കുന്ന അവസ്ഥയാണ്. യൂണിറ്റ് പ്രസിഡന്റ് A. കണ്ണൻ അധ്യക്ഷത വഹിച്ചു. UK പവിത്രൻ, P. രാഘവൻ, C. ബാലകൃഷ്ണൻ, പ്രമോദ് മണലിൽ, ദിനേശൻ ആവിയിൽ, ചന്ദ്രൻ കണിയാങ്കുണ്ട് എന്നിവർ സംസാരിച്ചു.
എ ശശിധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കർണാടക അതിർത്തിയിലെ ഈശ്വരമംഗലയിൽ അനധികൃത കന്നുകാലിക്കടത്ത് ആരോപിച്ച് മലയാളിയായ ഡ്രൈവർക്ക് നേരെ പോലീസിന്റെ വെടിവെപ്പ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ റൂറൽ പോലീസാണ് വെടിവെച്ചത്. കന്നുകാലികളുമായി പോയ ലോറി ഡ്രൈവർ കാസർഗോഡ് സ്വദേശി അബ്ദുള്ളയ്ക്ക് കാലിൽ വെടിയേറ്റു. ഇയാളെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടെയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. വീട്ടുതടങ്കലിലാണെന്ന ഉദുമയിലെ സംഗീത എന്ന യുവതിയുടെ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി കുടുംബം രംഗത്ത്. മികച്ച ചികിത്സയാണ് മകൾക്ക് നൽകിയതെന്നും ഇതര മതസ്ഥനായ യുവാവുമായുള്ള വിവാഹബന്ധം എതിർത്തത് ഇയാൾക്ക് ഭാര്യയും മക്കളും ഉള്ളതിനാലാണെന്നും പിതാവും CPM നേതാവുമായ PV ഭാസ്കരൻ പറഞ്ഞു. 64ാമത് ഹോസ്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് 28-ന് തുടക്കമാവും. കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം പാണത്തൂരിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കാർഷിക സംസ്കൃതി വീണ്ടെടുത്തോ ചേറ്റുകൊണ്ടോ കീക്കാൻ മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നെൽകൃഷി വിളവെടുപ്പ് ഉത്സവം നടന്നു. 2026-ൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യം മഹോത്സവത്തിന്റെ മുന്നോടിയായാണ് കൊയ്ത്തുത്സവം നടന്നത്. പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര വൈസ് പ്രസിഡന്റ് KV അപ്പു ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ 21-ാം വാർഡ് സമ്പൂർണ്ണ ഭവന വാർഡ് പ്രഖ്യാപനവും കോൺക്രീറ്റ് റോഡുകളുടെ ഉദ്ഘാടനവും നടന്നു. വാർഡ് കൗൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണൻ ആദരവും നൽകി. ഇരിയ പൊടവടക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സേവാ സംഘം പൊലിയന്ത്രം മരം നാട്ടൽ ചടങ്ങ് നടന്നു. കാർഷികാഭിവൃദ്ധിക്കു വേണ്ടി നടത്തുന്ന ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. സാമഗ്രികളുടെ ക്ഷാമം മൂലം നിർമ്മാണ മേഖല നിശ്ചലമായെന്ന് കോൺട്രാക്ടർ ഫെഡറേഷൻ. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ചാമുണ്ടിക്കുന്ന VS സ്മാരക മന്ദിരം CPIM ബ്രാഞ്ച് ഓഫീസിന്റെയും ശില്പി കലാകായിക കേന്ദ്രം ചാമുണ്ടിക്കുന്നിന്റെയും കെട്ടിട നിർമ്മാണ ത്രിമാന ചിത്ര പ്രകാശനം നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.